ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ എന്ന പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ശിവൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ, നമുക്ക് കേരള മെഡിക്കലിന്റെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, നോക്കാം. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. മുജീബ്. എന്റെ മകൾക്ക് 687 മാർക്ക് ഉണ്ട്. നല്ല മാർക്കുണ്ട് അല്ലേ? ശരി. പിന്നെ മുസ്ലിം. ഓക്കെ. ഏതെങ്കിലും നല്ല എയിംസിൽ സാധ്യത ഉണ്ടോ? ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് സാറേ? ഓൾ ഇന്ത്യ റാങ്ക് 5558. 5-5. അപ്പം നമുക്ക് റായ്ബറേലി പോലെയുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഉള്ള എയിംസുകളാണ് സാധ്യത. അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഓൾ ഇന്ത്യ വഴിയോ കേരള വഴിയോ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കേരള വഴി കേരളത്തിലായിരിക്കും നല്ലതല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ കാലിക്കറ്റ് സാധ്യത ഉണ്ടോ? ഇല്ല. കോഴിക്കോടും തിരുവനന്തപുരം സാധ്യതയില്ല. കോഴിക്കോടും തിരുവനന്തപുരം ഒഴിച്ചുള്ളതല്ല. കേരള റാങ്ക് എത്ര വരാൻ സാധ്യത? അറിയില്ല സാറേ, അറിയില്ല. എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിലെ നമ്മുടെ കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പം 687 മുകളിൽ ഏതാണ്ട് 595 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. വെളിയിലൊരു 100-120 കുട്ടികളും കൂടെ കാണും. അപ്പോൾ 700-ൻ്റെ റേഞ്ച് ആയിരിക്കും കേരള മെഡിക്കൽ റാങ്ക് വരാൻ സാധ്യത. 700-750 റേഞ്ച്. ശരി, അടുത്ത കോളർ നമുക്ക് എവിടെ നിന്നാണ് നോക്കാം അല്ലേ? ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്തേ, പറയൂ. അതെ അതെ സാറേ, ഇത് എന്റെ മോൾക്കൊണ്ടാണ്. എന്റെ മോളിപ്പോ അവിടെ പാല പഠിക്കുന്നുണ്ട്. ശരി. ഇപ്രാവശ്യം അപ്രാവശ്യം എക്സാം കഴിഞ്ഞപ്പോ 509 മാർക്ക്. ശരി. SC വിഭാഗത്തിലാണ്. ശരി. SC വിഭാഗത്തിലാണ്. ഇപ്പൊ കേരളത്തില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടോ സാറേ? ഗവൺമെന്റ് കിട്ടാൻ സാധ്യത കുറവാണ്. സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും കിട്ടുക. ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്. SC വിഭാഗത്തിലാണ്. അതെ, അപ്പൊ ഗവൺമെന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ സെൽഫ് ഫിനാൻസിങ് MBBS സാധ്യതയുണ്ട്. ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാവും. ശരി സാറേ, ഓക്കെ. നമുക്ക് ഓൾ ഇന്ത്യ വഴിയും കേരള വഴിയും ഗവൺമെന്റ് മാത്രം കൊടുത്ത് നോക്കാം കേട്ടോ. ഓൾ ഇന്ത്യ വഴിയും കേരള വഴിയും നമുക്ക് ഗവൺമെന്റ് കോളേജുകളെല്ലാം കൊടുത്ത് നോക്കാം. ശരി, ഓക്കെ. സാധാരണ കീമിന്റെ പ്രൊഫൈൽ വെരിഫിക്കേഷന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ കോളുകളായിരിക്കും കൂടുതലെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ സെക്ഷനിൽ എന്തുകൊണ്ടോ സാധ്യതകളാണ് കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല. ജനറലായിട്ടുള്ള ഡൗട്ടുകളാണ് കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. കാരണം സാധ്യതകൾ നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരുന്നു, കാറ്റഗറി റാങ്ക് വരുന്നു, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം മാർക്കുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനാവില്ല. അപ്പോൾ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജെന്യുവനായിട്ട് നമുക്ക് ഏത് കോളേജ് കിട്ടും എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഒരു പ്രോഗ്രാം തന്നെ ഉദ്ദേശിച്ചത് ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകൾ. ഇപ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡൗട്ടുകളായിരുന്നു കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ. അപ്പം ഇന്നിപ്പം ധാരാളം കുട്ടികൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതായത് ഡോക്യുമെന്റ് പെർഫോമുകൾ വന്നിട്ടുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ നേരത്തെ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. അതൊരു മെമ്മോ അല്ല. ഏതെങ്കിലും മെമ്മോ ഉണ്ടെങ്കിൽ അത് ഏത് ഫോർമാറ്റിൽ കൊടുക്കണം എന്നുള്ളൊരു അറിയിപ്പ് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അടുത്ത കോളർ നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് വിളിക്കുന്നത്? നമസ്തേ. നമസ്തേ, പറയൂ. സാറേ, എന്റെ കുട്ടിക്കാണ് 596 മാർക്കുണ്ട്. 596 ജനറല്ല. അപ്പൊ അവർക്ക് കേരളത്തില് പ്രൈവറ്റ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ തന്നെ നമുക്ക് കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സീറ്റുകൾ ലഭ്യമായി തുടങ്ങും. സെക്കൻഡിലും തേർഡിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ കേരളത്തിന്റെ ഇതിൽ കൊടുത്താൽ മതി. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 19 കോളേജുകളിലും താങ്കളുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ ഈ കേരള റാങ്ക് ഈ മാർക്കിൽ ഒരു 10,000-നകത്ത് വരുമോ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്? നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാനായിട്ടാവില്ല. 6,000, 6,500 അല്ലെ 7,000 റേഞ്ചിലായിരിക്കും. പിന്നെ അപ്പൊ ഇതൊന്നും അറിയാൻ വേണ്ടിട്ട് അപ്പം സാറ് ഒരു ഡൗട്ട് കൂടെ. എന്തോ നമ്മൾ വിളിച്ചു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നമസ്തേ, പറയൂ. സാർ, ഈ അപ്പൊ നമ്മൾ കേരള അലോട്ട്മെന്റിന് കൊടുത്താൽ മതിയോ? ഓൾ ഇന്ത്യയിൽ കൊടുക്കണ്ട? വേണ്ട, കേരള മാത്രം. കേരള മാത്രം കൊടുത്താൽ മതി. ഓക്കെ സാർ. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള സംശയങ്ങൾ, അപ്പം അത് ജനറൽ ആയിട്ടുള്ളൊരു എൻക്വയറിയാണ്. കാരണം
596 അല്ലെങ്കിൽ 550 മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഗവൺമെന്റിൽ എവിടെയെങ്കിലും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് താല്പര്യം. അപ്പോൾ ഏതൊക്കെ അലോട്ട്മെന്റിനെ സമീപിക്കണം എന്നുള്ളത് അവരുടെ ന്യായമായ ചോദ്യമാണ്. ഹലോ, ആരാണ് വിളിക്കുന്നത്? സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ ബ്രില്യന്റ് തന്നെ പഠിച്ച ഒരു ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. പറയൂ മോളെ. ഇപ്രാവശ്യം തന്നെ നീറ്റിന് സ്കോർ 525 ആണ്. ശരി. ഓൾ ഇന്ത്യ റാങ്ക് 73,000 വരുന്നത്. അപ്പം എനിക്കൊരു കേരളത്തിലെ തന്നെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പഠിക്കാൻ ആഗ്രഹം. ശരി. കിട്ടാൻ ചാൻസ് ജനറൽ ആണോ? ഏതെങ്കിലും കാറ്റഗറി വെച്ച് റിസർവേഷൻ ഉണ്ടോ? OBC ഈഴവ. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഗവൺമെന്റ് ആയുർവേദം ലഭ്യമാക്കുന്നതായിരിക്കും. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കേരളത്തിൽ കിട്ടിയാല് പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? വേണ്ട, പിന്നെ അത് സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഏത് കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും? ഏത് കോളേജിലും, കോട്ടക്കൽ ഉൾപ്പെടെയുള്ള ഏത് കോളേജും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ട്രിവാൻഡ്രം കിട്ടാനോ? തിരുവനന്തപുരം നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. കാരണം ഈ റീജിയനുള്ളവരെല്ലാം തിരുവനന്തപുരം ആയിരിക്കും ആദ്യം ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യത. കോട്ടക്കൽ, തൃപ്പൂണിത്തറ അവരുള്ള കോളേജുകളിലെല്ലാം സാധ്യതയുണ്ട്. ഇല്ല, വ്യത്യാസമൊന്നുമില്ല. അവരുടെ അലോട്ട്മെന്റ് സീറ്റുകളും ഇതെല്ലാം ഗവൺമെന്റ് വിട്ടുകൊടുത്തു തന്നെയാണ്. ഒല്ലൂരൊക്കെ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ശരി ശരി. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, 550 മാർക്കുള്ള കുട്ടിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടാനായിട്ട് ഏതൊക്കെ വെബ്സൈറ്റ് വഴി കൊടുത്തുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പം നമ്മൾ ഗവൺമെന്റിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് MCCയുടെ വെബ്സൈറ്റിനെ സമീപിക്കുക. മാക്സിമം ഗവൺമെന്റ് സീറ്റുകൾ വെക്കുക. അത് ഇന്ന മാർക്കുള്ളവർ വരെ വെക്കാവുള്ളൂ എന്നൊന്നുമില്ല, ഏത് മാർക്കുകാർക്കും വെക്കാനുള്ള സാഹചര്യമുണ്ട്. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഇത് എന്റെ മകളവിടെ പഠിച്ചതാണ്. ഓക്കെ സാറേ. 607 മാർക്ക് ബാക്ക് സെൽഫ് ഫിനാൻസ് സാധ്യതകളൊന്നും അറിയോ സാറേ? മാർക്കിനെ കുറിച്ച് മാർക്കൊന്നും കൂടെ കേട്ടില്ല. 607 ആണോ 607 ആണോ? 607. ഓക്കെ സാറേ. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലായതുകൊണ്ട് സെൽഫ് ഫിനാൻസിങ്ങിന്റെ എല്ലാ കോളേജുകളും തന്നെ ലഭ്യമാവുന്നതായിരിക്കും. ഉണ്ട്, കാരണം നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാഹചര്യം ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് കുട്ടികളെ ഇടകലർത്തി വെക്കും. അപ്പോൾ ഏത് കോളേജും കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ. ഫീസ് കൺസെഷൻ കിട്ടിയില്ലെങ്കിലും ബാക്കിയുള്ള കൂടുതൽ ആൾക്കാർക്കും കൺസെഷൻ കിട്ടുന്നത് കൊണ്ട് BH കാറ്റഗറിക്ക് കൂടുതൽ റിസർവേഷൻ സാഹചര്യമുണ്ട്. BH കാറ്റഗറിയിൽ 90% വിഭാഗവും 6 ലക്ഷത്തിൽ താഴെ OEC വിഭാഗമാണ്. അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് സെക്ടർ ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഫീസ് കൊടുക്കേണ്ട സാഹചര്യമില്ല. അപ്പോൾ ഇവർക്ക് കുറേ കോളേജുകൾ ഗവൺമെൻറ് വെക്കും, പിന്നെ കുറേ സെൽഫ് വെക്കും, പിന്നെ കുറേ ഗവൺമെൻറ് വെക്കും. അപ്പോൾ ഏത് കോളേജും ഇടകലർത്തി വെക്കാം. ഹലോ, സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അതെ, പറയൂ മോളെ. എവിടുന്നാ വിളിക്കണേ? തിരുവനന്തപുരത്ത്. പറയൂ മോളെ. സാർ, എനിക്ക് 672 മാർക്കാണ്. ഈഴവയാ. കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം കേരള അലോട്ട്മെന്റ് വഴി തന്നെ കേരളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ വഴിയും കിട്ടിയിട്ടുണ്ട്. താങ്കൾ ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ് കേരളത്തിലെ 12 കോളേജ് വെക്കുക. അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ അലോട്ട്മെന്റിൽ 12, കേരളത്തിൻ്റെ ഗവൺമെന്റ് സീറ്റുകൾ 11 വെക്കുക. എന്നിട്ട് താങ്കൾ നോക്കുക ഏത് വഴി പോയാലാണ് കേരളത്തിലെ ബെറ്റർ കോളേജ് കിട്ടുക എന്നുള്ളത്. കീം വഴി പോകുന്നതായിരിക്കാം ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജ് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈഴവ റിസർവേഷൻ 9% റിസർവേഷനാണ് ഈഴവയ്ക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് റിസർവേഷൻ്റെ സാഹചര്യം ഉള്ളത് കൊണ്ടും ഏത് കോളേജ് എന്ന് പറയുക അത്ര എളുപ്പമല്ല. കാരണം ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി ഏത് കോളേജുകളും വരാനുള്ള സാഹചര്യമുണ്ട്. ശരി. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? അതെ സാറേ, പറയൂ. സാറേ, എന്റെ മകൾക്ക് 519 മാർക്കാണ് സാറേ. ശരി. ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാ വിളിക്കുന്നത്. ശരി സാർ. മകൾക്ക് എന്തെങ്കിലും കേരളത്തിലെ പ്രൈവറ്റ് കോളേജിൽ ഏതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ സാറേ? എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗമാണ്. അതെ അതെ അതെ. നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരികയും കാറ്റഗറി റാങ്ക് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിലവിലെ മുൻ വർഷങ്ങളിലെ സാഹചര്യം അനുസരിച്ചാണ് നമുക്ക് സാധ്യത കുറവ് തന്നെയാണ്. പിന്നെ 2 കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അവ പ്രവർത്തന സജ്ജമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് വരും. അല്ലെങ്കിൽ കേരള മെഡിക്കൽ റാങ്കും കാറ്റഗറി റാങ്കും വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മുൻ വർഷങ്ങളിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ സീറ്റ് കിട്ടാനുള്ള സാഹചര്യം കുറവ് തന്നെയാണ്.
കുറവ് തന്നെയാണ് സാറേ. നമ്മൾ ഡീംഡില് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് കേരളയിൽ ഏതെങ്കിലും പിന്നെ മൂന്നാമത്തെ റൗണ്ടിലോ ഏതെങ്കിലും കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് മാത്രമേ മാറാൻ അനുവദിക്കുകയുള്ളൂ. സെക്കൻഡിൽ നിന്നോ തേർഡിൽ നിന്നോ ഡീംഡിൽ നിന്നോ മാറാൻ അനുവദിക്കുകയില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് കേരളത്തിന്റെ റാങ്ക്, കേരളത്തിന്റെ കാറ്റഗറി റാങ്ക്, കേരളത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ BH കാറ്റഗറിക്ക് എത്ര വരെ കിട്ടി എന്നുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടാവും. അതറിഞ്ഞിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിനെ സമീപിച്ചാൽ മതിയാകും. ശരി. ഇപ്പം നമുക്ക് റാങ്ക് അറിയില്ല, കാറ്റഗറി അറിയില്ല. അതുകൊണ്ടാണ് നമുക്കൊരു അൺസർട്ടനിറ്റി. ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റും കേരളത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും അറിയാം താങ്കളുടെ സാധ്യതയാണ്. ഹലോ, പറഞ്ഞോളൂ. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ആരാണ് വിളിക്കുന്നത്? പറയും മോളെ. 653 മാർക്ക് ഉണ്ടായിരുന്നു. ശരി. ജനറൽ കാറ്റഗറിയാണ്. EWS ഉണ്ട് കേരളത്തില്. ശരി. അപ്പൊ കേരളത്തിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോന്നാണോ മോളെ? തീർച്ചയായിട്ടും നല്ല സാഹചര്യം തന്നെയാണ്. കേരളത്തിന്റെ EWSനകത്ത് 130 കാറ്റഗറിക്കകത്ത് ഉറപ്പായിട്ട് വരും. കേരളത്തിൽ തന്നെ കേരള അലോട്ട്മെന്റ് വഴി തന്നെ മുമ്പോട്ട് പോയാൽ മതിയാകും. കേരളത്തിൽ ഗവൺമെന്റ് സീറ്റുകൾ ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഇപ്പൊ തന്നെ എടുത്തു നോക്കണം. അല്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് മോളെ. അലോട്ട്മെന്റ് ആയിട്ട് എടുത്താലും മതിയാകും. നമുക്ക് റിസർവേഷനൊക്കെ പറയുമ്പം നമുക്ക് ആ റിസർവേഷൻ അനുസരിച്ചുള്ളവർ ഈ കാറ്റഗറിയിൽ എവിടം വരെ ഉണ്ട്, അവർക്ക് ഓൾ ഇന്ത്യ തലത്തിലോട്ട് എത്ര പേര് എടുക്കുന്നുണ്ട്, മെറിറ്റിനകത്ത് എത്ര പേരുണ്ട്. കാരണം ഇപ്പം EWS ഉള്ളതാണെങ്കിൽ മെറിറ്റിൽ എത്ര വരെ പോകും എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടല്ലേ EWS സംവരണം നോക്കുകയുള്ളൂ. ഹലോ, നമസ്തേ, പറയൂ. എവിടുന്നാ വിളിക്കണേ സാറേ? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോക്ക് വേണ്ടിയാ വിളിക്കുന്നത്. പറയൂ. മോക്ക് 686 ആണ് മാർക്ക്. ശരി സാറേ. ജനറലാണ്. എന്തുവാ സാധ്യത കേരളത്തില്? കേരളത്തില് 685 അല്ലെങ്കിൽ 686 നമുക്ക് 600 കുട്ടികളാണ് ബ്രില്യൻറ്റിലുള്ളത്. അപ്പം നമ്മളുടെ റാങ്ക് 750-800 റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ അലോട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, കൊല്ലം, എറണാകുളം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി പോലുള്ള കോളേജുകളിലൊക്കെ സാധ്യതയുണ്ട്. കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ ആയിരിക്കും അല്പം സാധ്യത കുറവുള്ള കോളേജുകൾ. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ സാധ്യത നോക്കാവുന്നതാണ്. എന്തായിരുന്നാലും ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കഴിയുമ്പം ഏത് അലോട്ട്മെൻറ്റ് വഴി പോകുന്നതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ കൗൺസിലിങ്ങിനോട് അടുത്ത് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഓപ്ഷൻ ഫില്ലിങ്ങിന്റെ ഒക്കെ പറയുമായിരിക്കും. 100%. ഓക്കെ, ബൈ. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കറിയാം, എണ്ണം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരളത്തിൽ പഠിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമസ്തേ, പറയൂ. എവിടുന്നാ വിളിക്കണേ? ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. മോൾക്ക് ഞാൻ ഒരിക്കൽ വിളിച്ചിരുന്നു. അപ്പൊ സാറ് സെൽഫിന്റെ കാര്യം പറഞ്ഞിരുന്നു. ശരി. 568 സ്കോറാണ്. ശരി. ധീവര വിഭാഗമാണ്. അപ്പോ നമ്മള് സെൽഫിൽ ഇപ്പോ ഫസ്റ്റ് ചാൻസിൽ കിട്ടാൻ ഇതുണ്ടോ? ഇല്ല, നമുക്ക് തേർഡ് അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസികളിലൊക്കെ ആയിരിക്കും അലോട്ട്മെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാസ്റ്റിന്റെ ഇതില് ലാസ്റ്റ് ചാൻസിലൊക്കെ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള പ്യുവർ ഗവൺമെന്റ് കിട്ടാനുള്ള സാഹചര്യമില്ല. സെൽഫ് ഫിനാൻസിങ് സീറ്റുകളായിരിക്കും. ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മള് അപ്ലൈ ചെയ്യുമ്പോൾ കേരള കഴിഞ്ഞിട്ട് ബാക്കി ഗവൺമെന്റ് 12 കോളേജുകളും വെച്ച് കഴിഞ്ഞിട്ട് മാത്രം സെൽഫ് ഫിനാൻസിങ് 19 എണ്ണം ഉൾപ്പെടുത്തിയാൽ മതിയാകും. അപ്പൊ 2-3 അലോട്ട്മെന്റിലേ വരും അല്ലേ? അത്രേ ഉള്ളൂ. സാറ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കീമിന്റെ ആപ്ലിക്കേഷൻ എന്നതിലുപരിയായി എല്ലാവർക്കും അഡ്മിഷന്റെ സാധ്യതകളാണ് കൂടുതലും. തീർച്ചയായിട്ടും ഇത്ര സ്കോർ ഉണ്ട്, അത് ഈ ഇന്ന മെഡിക്കൽ കോളേജിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കേരളത്തിൽ പഠിക്കുക എന്നുള്ളൊരു ടെൻഡൻസി. ഹലോ, നമസ്കാരം. നമസ്തേ, പറയൂ. അതെ, പറയൂ. എവിടുന്നാ വിളിക്കണേ? പറയൂ സാറേ. ഓക്കെ മോനെ. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBS എന്ത് കാറ്റഗറിയാ? ഓക്കെ, അപ്പം നമുക്ക് MES, ട്രാവൻകൂർ, KMCT, മലബാർ എല്ലാ കോളേജുകളും തന്നെ ലഭ്യമാകും. തീർച്ചയായിട്ടും. വേണ്ട.
ഒരു ഓഗസ്റ്റ് 10 കൂടിയൊക്കെ പ്രതീക്ഷിക്കാം. അതെ അതെ, ശരി സാർ. സാർ പറഞ്ഞതുപോലെ തന്നെ ഈ പരിപാടിയുടെ മുഖം തന്നെ മറ്റൊന്നായി മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത കോളർ എന്താണെന്ന് നോക്കാം. ഹലോ നമസ്കാരം, ശിവൻ സാറിനോട് ചോദിക്കാം. ഗുഡ് ഈവനിങ് സാർ. നമസ്തേ, പറയൂ. പക്ഷേ എന്റെ മകൾക്ക് 675 സ്കോർ. ശരി. EWS ഉണ്ട്. ശരി. അപ്പോ ഞങ്ങൾക്ക് എവിടെയായിരിക്കും സാധ്യത? 675 നമുക്ക് കേരള റാങ്ക് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ കാറ്റഗറിയിൽ എത്ര പേര് വരുന്നുണ്ട്. നമ്മുടെ കാറ്റഗറിയിൽ മെറിറ്റിനകത്ത് ഇപ്പോൾ ഒരു 200 റാങ്ക് വരെയൊക്കെ ആയിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പോൾ ആ 200-നകത്ത് EWS എത്ര പേരുണ്ട്, അങ്ങനെയുള്ള സാധ്യതകൾ നോക്കിയിട്ടായിരിക്കും. ഇതിപ്പോൾ ടോപ്പ് മാർക്കാണ്. അപ്പം നമുക്ക് ഏത് കോളേജുകളും കിട്ടാവുന്നതാണ്. ചിലപ്പോൾ കോഴിക്കോട് കിട്ടാം, തിരുവനന്തപുരം കിട്ടാം, കോട്ടയം കിട്ടാം. പക്ഷേ അതിനകത്ത് ആ 200-നകത്ത് എത്ര പേരുണ്ട്, അതുപോലെ തന്നെ അതിന് ശേഷം 200-ന് ശേഷമുള്ള ഇതിൽ എത്ര EWSകാരുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ ഈ ഒരു കാറ്റഗറിയിൽ ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എല്ലാ കോളേജുകളിലും സാധ്യതയുണ്ട്. പക്ഷേ കാറ്റഗറി റാങ്ക് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ആദ്യത്തെ 1, 2, 3 കോളേജുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാറിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, സ്ഥിരം വ്യൂവറാണ്. ഓക്കെ, എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാണ്. താങ്ക് യു സാർ. ഓക്കെ, ബൈ. ഹലോ നമസ്കാരം. ഹലോ ശിവൻ സാർ അല്ലേ? പറയൂ. നമസ്കാരം. നമസ്തേ. ഇത് എറണാകുളത്തുനിന്നാ വിളിക്കുന്നത്. ശരി. മോൾക്ക് ഞങ്ങൾ OECD വരെയാണ്, 597 മാർക്കുണ്ട്. ശരി. പക്ഷെ എനിക്ക് മെമ്മോ വന്നത് ഞങ്ങൾക്ക് CF റിസർവേഷനും കൂടി ഉണ്ട്. ശരി. കെയർ ഓഫീസറിനെ ഇപ്പൊ നമ്മള് കാറ്റഗറിക്കകത്ത് DV എന്നുള്ളത് അനുവദിച്ച് കിടപ്പുണ്ട്. ഇല്ല, അത് വന്നിട്ടില്ല സാറേ. അത് ഡിഫക്റ്റ് ഇൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നാണോ കിടക്കുന്നത്? ഒന്നും വന്നിട്ടില്ല മെമ്മോയില്. നമ്മളപ്പോ രണ്ടാമത് നോൺ ക്രീമി ലെയർ എംപ്ലോയ്മെന്റ് പർപ്പസ് ആണ് ഇട്ടുള്ളത്, അറിയാതെ അത് മാറ്റിയിട്ട് എഡ്യൂക്കേഷൻ പർപ്പസ് ആക്കിയിട്ടുണ്ട് അല്ലേ? മാറ്റിയിട്ടുണ്ട്. അപ്പൊ അണ്ടർ സ്ക്രൂട്ടനിങ് എന്നാണോ ഇപ്പൊ കിടക്കുന്നത്? അതെ അതെ. ഓക്കെ. അത് മാറി വരുമ്പോൾ കാറ്റഗറിയുടെ DV എന്ന് വന്നോളും. നമുക്ക് CFന്റെയോ FMന്റെയോ ആനുകൂല്യം ഇല്ലെങ്കിൽ പോലും DV വെച്ച് തന്നെ നമുക്ക് DVയുടെ ഇത് വെച്ച് തന്നെ നമുക്ക് സെൽഫ് ഫിനാൻസിംഗിൽ ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ CFന്റെ ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഫിഷറീസ് കിട്ടി, പക്ഷെ വില്ലേജ് ഓഫീസർ തന്നില്ല. ആയിക്കോട്ടെ, അത് വേണ്ട. അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, വേണ്ട, യാതൊരു കുഴപ്പമില്ല. നമുക്ക് നോൺ ക്രിമിനൽ കറക്റ്റ് ആക്കി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അത് കറക്റ്റ് ആക്കി കിട്ടി. ശരി. ഹലോ നമസ്കാരം, സംസാരിച്ചോളൂ. നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് സാർ. എന്റെ മോൾക്ക് വേണ്ടിയിട്ട്. മോൾക്ക് 700 മാർക്കുണ്ട്. ശരി. അപ്പൊ ഞങ്ങള് ഇപ്പം സ്റ്റേറ്റില് നമ്മളിപ്പം മൈനോറിറ്റി കോട്ടയിൽ കൊടുക്കുകയാണെങ്കിൽ അവരിപ്പം ആദ്യം ജനറൽ കാറ്റഗറി ആണോ പരിഗണിക്കുക, അതോ ഡയറക്റ്റ് ആയിട്ട് മൈനോറിറ്റി റിസർവേഷൻ ആണോ പരിഗണിക്കുക? അല്ല, ആദ്യം ജനറൽ കോട്ടയെ പരിഗണിക്കുക. നമ്മളിപ്പോ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എന്നാണ് ഓപ്ഷൻ വെക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ കോഴിക്കോട് നമുക്ക് ജനറലായിട്ട് തരാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ ഒരു 162, 170 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഏത് കാറ്റഗറി ആണെങ്കിലും, SC ആണെങ്കിലും ST ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈഴവയൊക്കെ ആണെങ്കിലും ജനറലായിട്ട് തരും. 165 അല്ല 170 കൊണ്ട് സ്റ്റേറ്റ് മെറിറ്റ് തീരും. അപ്പോൾ കോഴിക്കോട് ആദ്യം നമ്മളെ സ്റ്റേറ്റ് മെറിറ്റ് തരാമെന്ന് നോക്കി, ജനറൽ തരാമെന്ന് നോക്കി. അത് തരാൻ നിവൃത്തിയില്ലെങ്കിൽ ഉടനെ നമുക്ക് വേറെ എന്തൊക്കെ റിസർവേഷൻ ഉണ്ടെന്ന് നോക്കും. ചിലപ്പോൾ സ്പോർട്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എക്സ് സർവീസ് ആയിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കാം, ഈഴവയായിരിക്കാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? മുസ്ലിം ആണെങ്കിൽ MUവിൽ പരിഗണിക്കാൻ പറ്റുമെന്ന് നോക്കും. അതിലും തരാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്പോർട്സോ വേറെങ്കിലും ഉണ്ട്, അതിൽ തരാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് ഏതൊക്കെ റിസർവേഷൻ ഉണ്ടോ അതനുസരിച്ച് അയാളുടെ ഒന്നാമത്തെ ഓപ്ഷൻ തരാമോ നോക്കും, ജനറൽ തൊട്ട് നോക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തേനകത്ത് ജനറൽ തരാമോ നോക്കും, റിസർവേഷൻ വെച്ച് തരാമോ നോക്കും. അങ്ങനെ ആദ്യം സ്റ്റേറ്റ് മെറിറ്റിലാണ് പരിഗണിക്കുന്നത്. ഇപ്പം നമുക്ക് 700 മാർക്കുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം ലഭ്യമാകുന്നതായിരിക്കും. നമുക്കിപ്പം ഞങ്ങൾ കോഴിക്കോടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കോഴിക്കോടാണ് എന്നുള്ള ഒരു എന്തെങ്കിലും റിസർവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, നമുക്ക് നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കൂടുതൽ കിട്ടുന്നതിന് യാതൊരു സാഹചര്യവും ഇല്ല. കേരള മെഡിക്കൽ റാങ്കും അതിനുശേഷം കാറ്റഗറിയും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ബൈ. നമസ്തേ. എവിടുന്നാ വിളിക്കണേ? ഓക്കെ, പറയൂ മോളെ. വെരിഫിക്കേഷൻ മോളെ തിരുവനന്തപുരത്ത് പോയി ചെയ്തതായിരുന്നോ? അതിന് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരികയും അതിനുശേഷം കാറ്റഗറി റാങ്ക് വന്നു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്
നമുക്ക് ആ റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടോ, ആ കാറ്റഗറി നമ്മൾ എത്രാമത്തെ ആളാണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രൊഫൈൽ വഴി റാങ്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടില്ല. കേരള മെഡിക്കൽ റാങ്ക് വരണം, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ കാറ്റഗറി റാങ്ക് വരുമ്പോൾ PWD വിഭാഗത്തിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ, എത്രാമത്തെ സീരിയൽ നമ്പറിലാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ എത്ര സീറ്റാണ് PWDക്ക് ആയിട്ടുള്ളത് എന്നറിയാം? 42 തോന്നുന്നത്. ശരി ശരി. കഴിഞ്ഞ തവണ PWD വിഭാഗത്തിൻ്റെ വേരിഫിക്കേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുകയും ഏതാണ്ട് 7-8 കുട്ടികൾക്ക് മാത്രമേ PWD വിഭാഗത്തിൽ കേരളത്തിൽ MBBSന് പ്രവേശനം ലഭിച്ചുള്ളൂ. ബാക്കി 35 സീറ്റുകളിലും എടുക്കാൻ ആളില്ലായിരുന്നു, ഒഴിഞ്ഞു കിടന്നു. എന്നിട്ട് 4ാമത്തെ സ്റ്റേ വേക്കൻസിയിൽ അത് ജനറൽ വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. ഹലോ നമസ്കാരം, ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ. എന്റെ മാർക്ക് 575 മാർക്കുണ്ട്. ശരി. ഒരു നമ്മുടെ പ്രൈവറ്റ് കോളേജുകളിൽ തീർച്ചയായിട്ടും 3ാമത്തെ അലോട്ട്മെന്റിലും 4ാമത്തെ അലോട്ട്മെന്റിലും നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കും. ഏതായിരിക്കും ഏകദേശം? റിസർവേഷൻ ഉണ്ടോ അതോ ജനറൽ വിഭാഗമാണോ? ജനറലാണ് സാർ. ഓക്കെ. PK ദാസ്, ശ്രീനാരായണ, വയനാട് വിംസ്, സോമർവെല്ല, മൗണ്ട് സിയോൺ, അല്ലസറ, അസൈസിയ അങ്ങനെയുള്ള ഏത് കോളേജുകളും ലഭ്യമാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് സാർ. കുറേ ദിവസമായി വിളിക്കാൻ നിൽക്കുന്നു. ഓക്കെ, താങ്ക്സ്. ഹലോ നമസ്കാരം. വീട് എവിടുന്ന വിളിക്കണം സാറേ? കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. ശിവസാറിനോട് ചോദിക്കാനായിരുന്നു. പറയൂ സാറേ. എന്റെ മോൻ അവിടെ പാലായിൽ പഠിച്ചതാണ്. ശരി. അവന് നീറ്റിന് 630 മാർക്കുണ്ട്. ശരി. അവന് സാറേ നമുക്ക് കേരളത്തിലല്ലാതെ ഇന്ത്യക്ക് എവിടെയെങ്കിലും നമുക്ക് കിട്ടാൻ മാർഗമുണ്ടോ? ഗവൺമെന്റ് സീറ്റുകൾ സാധാരണ ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി 24,000, 24,500 വരെ മാത്രമേ സാധ്യതകളുള്ളല്ലോ. നമുക്ക് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകൾ, അതുപോലെ BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം ഗവൺമെന്റ് സീറ്റുകളൊക്കെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമുക്ക് BDS നമുക്ക് കേരളത്തിനകത്ത് കിട്ടാൻ പറ്റുമോ സാറേ? അലോട്ട്മെന്റിന്റെ തീരുന്ന സമയത്ത് 3ാം ഘട്ടം 4ാം ഘട്ടം ആകുമ്പോഴേക്കും BDS സീറ്റ് ലഭ്യമാകുന്നതായിരിക്കും. എന്നാ സാറേ അതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിനെ കുറിച്ച്? ഇപ്പം 24-ാം തീയതിയോടുകൂടി ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ ഒക്കെ ഒരു ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കും. എന്നാണ് ഓൾ ഇന്ത്യയുടെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്, സ്റ്റേറ്റ് കോട്ട എന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ ഉള്ളത് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി 24-ാം തീയതി പ്രസിദ്ധീകരിക്കും. 24-ാം തീയതി. നമുക്ക് കേരളത്തിനകത്ത് ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ മാർഗമുണ്ടോ BDSന്? നല്ല സാഹചര്യമുണ്ട്. അപ്പൊ അത് നമുക്ക് 24-ാം തീയതി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അത്രേ ഉള്ളൂ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഹലോ നമസ്കാരം. നമസ്കാരം സാർ. എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ അടൂര് പള്ളിക്കല്. ഓക്കെ, പറയൂ മോളെ. സാർ എനിക്ക് 596 മാർക്ക് ഉണ്ട്, ജനറൽ കാറ്റഗറിയാ. അപ്പൊ ഈ ഫൈനാൻസിൽ നമുക്കൊരു 10 lakhs താഴെ കിട്ടുമായിരിക്കും? 100% കിട്ടുമോ? 596 അല്ലേ? 596 തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ശരി. ഹലോ നമസ്കാരം. നമസ്തേ. പറയൂ, എവിടുന്നാ വിളിക്കണേ? ഇത് കോഴിക്കോട് ജില്ലയിലാണ്. മോളവിടെ പഠിച്ചതായിരുന്നു. ഓക്കെ, പറയൂ. മോൾക്ക് 691 മാർക്കാണുള്ളത്. 691. 691. ഓക്കെ, 691. ശരി. 3861 റാങ്ക് വന്നത്. ശരി ശരി. OBC NCL ആണ്. ശരി. അപ്പോ എയിംസ് ഏതെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? എയിംസ് നമുക്ക് 20 കോളേജുകളിൽ ഒരു 12 കോളേജ് തൊട്ടുള്ള കോളേജുകൾ, ഡിയോഗ്, റായ്ബറേലി, ഹൈദരാബാദ് അങ്ങനെയുള്ള കോളേജുകളൊക്കെ തന്നെ ലഭ്യമാകും. അവസാന ഘട്ടങ്ങളിലോട്ട് വരുമ്പോൾ കല്യാണി, മംഗളഗിരി പോലുള്ള കോളേജുകളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. കല്യാണി കഴിഞ്ഞ വർഷം 3848 ലാസ്റ്റ് റാങ്ക് OBC ഞാനിങ്ങനെ നോക്കുമ്പോ കാണുന്നത്. അപ്പൊ അത് കൂടി വരികയാണോ ചെയ്യാ? ഓരോ വർഷം ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണോ? തീർച്ചയായിട്ടും എയിംസിന്റെ ഡിമാൻഡ് ഓരോ വർഷം കഴിയുന്നവരും കൂടിയാണ് വരുന്നത്. പക്ഷേ ഈ വർഷത്തെ ഒരു സാഹചര്യം നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ, കേരളം, തമിഴ്നാട്, കർണാടക ഈ ഏരിയകളിൽ കൂടുതൽ റിസൾട്ട് ഉള്ളത് കൊണ്ട്, നമ്മുടെ ഇവിടെ എയിംസുകൾ കുറവായതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ റാങ്ക് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും.
3848 ആയിരുന്നു അവിടെ. തീർച്ചയായിട്ടും അവസാനം നമുക്ക് 3ാം ഘട്ട അലോട്ട്മെന്റിൽ ആ കോളേജൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ സാർ ഒരു ഡൗട്ടും കൂടെ, പിന്നെ നമ്മൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴേ അതിലിപ്പം മോളെ വാക്സിനേഷൻ കാർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ എഴുതി മേടിച്ചാൽ മാത്രം മതിയാകും. അതല്ല, അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ചിക്കൻ പോക്സിന്റെ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഉള്ളത് മാത്രം മതിയാകും, ബാക്കിയുള്ളത് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഹലോ, നമസ്കാരം. നമസ്തേ, പറയൂ. പറയൂ. സാർ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിക്കണേ. ഓക്കെ. മോൾക്ക് 639 മാർക്കുണ്ട്. OBC മുസ്ലിമാണ്. ശരി. അപ്പൊ ഇന്ത്യയിൽ എവിടെയും കിട്ടാൻ സാധ്യത ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് BDS ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടുമോ? തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ വഴിയും വേണമെങ്കിൽ ലഭിക്കും, കേരള വഴിയും ലഭിക്കും. കേരള വഴി ആയിരിക്കും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ കിട്ടുക. അതെ, നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ സാധ്യത? കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ അങ്ങനെയുള്ള കോളേജുകൾ. ഓക്കെ. ഹലോ, നമസ്കാരം. ശിവൻ സാറുണ്ട്, ചോദിച്ചോളൂ. നമുക്ക് കീമിൽ നീറ്റിന് മാർക്ക് കൊടുക്കണ്ടേ? വേണം. സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടി അടുത്ത ആഴ്ച ആരംഭിക്കും. നമുക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് അലോട്ട്മെന്റ് ഓരോ കോളേജസ് ആയിട്ട് വെക്കല്ലേ വേണ്ടേ? ഓരോ കോളേജസും കോഴ്സും. അത് തന്നെ. ഇപ്പൊ CET CS, CET ESC, CET EE അങ്ങനെ ഓരോ കോളേജും കോഴ്സും ഓരോ ഓപ്ഷനാണ്. അപ്പം നമ്മൾ ഓരോ കോളേജസിലായിട്ട് അപ്ലൈ ചെയ്യണോ, അതോ സ്കീമിന്റെ സൈറ്റിൽ അലോട്ട്മെന്റ് വരുമ്പോൾ കൊടുത്താൽ മതിയോ? ഓരോ സ്കീമിന്റെ വെബ്സൈറ്റിൽ ഓരോ കോളേജും കോഴ്സുമായിട്ടുള്ള ഓപ്ഷൻസ് കിടപ്പുണ്ട്. അത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. മതിയോ അല്ലേ? പിന്നെ CUT റിസൾട്ട് എപ്പോഴായിരുന്നു വരുന്നത്? 22-ാം തീയതി. 22-ാം തീയതി. അപ്പം കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജസ് എല്ലാം ഐക്കറിന്റെ അണ്ടറിൽ വരുന്നതാണോ? ഐക്കറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഐക്കറിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ 85% അഡ്മിഷനും കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടും 15% മാത്രം CUET-യുടെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച്. അതെ. പിന്നെ BSc നഴ്സിംഗിന് നമുക്ക് നീറ്റിന് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. 5 കോളേജുകളുടെ സെൻട്രലൈസ്ഡും ജിപ്മർ മാത്രമായിട്ടും പിന്നെ മിലിറ്ററി നഴ്സിംഗ്. ജിപ്മറിൽ സെപ്റ്റംബറിൽ ജിപ്മറിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നേരിട്ട് അപ്ലൈ ചെയ്യുക. ഓൾ ഇന്ത്യ ലെവലിലുള്ള 5 കോളേജുകളിൽ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ഹലോ, നമസ്കാരം. ശിവൻ സാറുണ്ട്, ചോദിച്ചോളൂ. ഹലോ സാർ, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് സാർ വിളിക്കുന്നത്. പറയൂ. മോള് ബ്രിഡ്ജിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ശരി. അവർക്ക് 618 മാർക്കാണ് സാർ ഉള്ളത്. ESI IT കോട്ടയുണ്ട്, ജനറൽ ആണ്. ശരി. കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സാർ? ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? 60,290 ആണ് സാർ. OBC കൂടിയാണ് അല്ലേ? അല്ല സാർ, അല്ല, ജനറൽ IT കോട്ടയുണ്ട്, ESI IT. ഓക്കെ. കഴിഞ്ഞ തവണ നമുക്ക് 55,000 വരെ ഫസ്റ്റ് അലോട്ട്മെന്റും അതിനുശേഷം 64,000 വരെയാണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരുന്നത്. അപ്പം നമുക്ക് ഏതാണ്ട് 90% കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കിട്ടുവാണെങ്കിൽ കൊല്ലം, കോയമ്പത്തൂർ അവിടെ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ സാർ? ചെന്നൈ, ഗുൽബർഗ ആയിരിക്കും കിട്ടുന്നത്. ഗുൽബർഗ ആയിരിക്കും അല്ലേ സാർ? ശരി. ഹലോ, ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. എന്റെ മോക്ക് പഠിച്ചതാണ്. 579 മാർക്ക്. ശരി. ഏതോ സെൽഫ് ഫിനാൻസിൽ എവിടെയാ കിട്ടുന്നത്? ജനറൽ കാറ്റഗറി മുസ്ലിം OBC ആണ്. മുസ്ലിം OBC. ഓക്കെ. അപ്പോൾ നമുക്ക് ട്രാവൻകൂർ, KMCT, അതുപോലെ തന്നെ കരുണ മെഡിക്കൽ കോളേജ്, ശ്രീനാരായണ, PK ദാസ്, വയനാട് വിംസ്, സോമർവെല്ല്, SUT, മൗണ്ട് സിയോൺ, അല്ലസർ, അസീസിയ. കൊല്ലത്ത് കിട്ടുമോ? ട്രാവൻകൂർ കിട്ടും, മെഡിസിറ്റി കിട്ടും. ഏത് കോളേജ് കിട്ടിയാലും അവിടെ ചേർന്നിട്ട് സെക്കൻഡിലും തേർഡിലും അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് വിദേശത്ത് നിന്നുള്ളൊരു കോൾ വരുന്നുണ്ട്. ഓക്കെ. ഹലോ, നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്തേ, പറയൂ സാറേ. 603 കിട്ടിയ കുട്ടിക്ക് സെൽഫ് ഫിനാൻസ് അമലയിലോ പുഷ്പഗിരിയിലോ കിട്ടാൻ സാധിക്കും. ക്രിസ്ത്യനാണോ? 603. ക്രിസ്ത്യനാണോ? മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം അത്രയും വരില്ലല്ലോ. ഇല്ല. 603 കിട്ടിയിരിക്കുന്നത്. MES-ൽ ചെറിയ സാധ്യതയുണ്ട്, മുസ്ലിം മൈനോറിറ്റി ആയതുകൊണ്ട്. അത്ര സാധ്യത 50%, 60% സാധ്യതയുണ്ട്. ശരി സാറേ. ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ യുഎഇന്ന് വിളിക്കുന്നത്. പറയൂ സാറേ. ശിവൻ സാറുണ്ടോ? ശിവനാണ് സാറേ, പറയൂ. സാർ നമസ്കാരം. നമസ്തേ. എന്റെ മകന് 1715 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. OBC NCL ആണ്. ഓക്കെ.
അപ്പൊ സാറ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴി എയിംസിൽ ഏതെങ്കിലും എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശരി. അപ്പോ നമ്മള് എനിക്കുള്ള ഡൗട്ട്, ഫസ്റ്റ് അലോട്ട്മെന്റില് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടിയാല് അവിടെ പോയി അഡ്മിഷൻ എടുക്കല്ലേ നല്ലത്? നമുക്ക് എന്താണെങ്കിലും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി തന്നെയാണ് നമ്മുടെ ആഗ്രഹവും സാധ്യതകളും അവിടെ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ക്യാമ്പസിനെ പരിചയപ്പെടുകയുള്ളൂ. എന്നിട്ട് വേണം അതിനേക്കാളും ബെറ്ററായിട്ട് നിൽക്കുന്ന സെക്കൻഡിൽ കൊടുക്കാനും. സെക്കൻഡിൽ നമ്മൾ മറ്റൊരു കോളേജിൻ്റെ ക്യാമ്പസ് പരിചയമായി ഇതിലെല്ലാം ഇൻഡിവിജ്വൽ അലോട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും കൊടുക്കാം. എന്നിട്ട് വേണം തേർഡിൽ നമ്മുടെ റാങ്കിനനുസരിച്ചുള്ള ഏറ്റവും നല്ല കോളേജിൽ റായ്പൂർ, അതുപോലെ തന്നെ ഋഷികേശ്, നമ്മുടെ പാറ്റ്ന, നാഗ്പൂർ, അതുപോലുള്ള ഏറ്റവും ടോപ്പ് കോളേജുകളിൽ പഠിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ശേഷം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സാധ്യതകളും നമുക്ക് കിട്ടാനുള്ളിടത്തൊക്കെ ഒന്ന് വേണമെങ്കിൽ ക്യാമ്പസ് ഒന്ന് കണ്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് സെക്കൻഡിലും തേർഡിനെയും നമുക്ക് സമീപിക്കാൻ പറ്റും. ആദ്യം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും സാറേ. പിന്നെ എനിക്കൊരു ഡൗട്ടും കൂടി, നമുക്ക് എയിംസിന്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്? ഇല്ല സാറേ, അവർ തന്നെയാണ് മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്നത്. എല്ലാം അവർ തന്നെയാണ് നോക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റും കൈ കരുതേണ്ടതായിട്ടില്ല. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇല്ല, വേണ്ട. എലിജിബിലിറ്റി വേണ്ട, ഫിറ്റ്നസ് വേണ്ട, വാക്സിനേഷൻ വേണ്ട. സാറെന്ന് പറഞ്ഞ പ്രകാരം 13 സർട്ടിഫിക്കറ്റിന്റെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ കരുതിയാൽ മതി. അത് തന്നെ സാറേ, അത് തന്നെ. ഓക്കെ സാർ, ബൈ. താങ്ക് യു വെരി മച്ച് സാർ. ബൈ. ഹലോ, ശിവൻ സാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാം. നമസ്തേ സാറേ, പറയൂ. സാറേ, എന്റെ മോൾക്ക് 17,000 റാങ്ക്. OBC MCL-ആണ്. ഓക്കെ, മുസ്ലിമാണ്. ശരി. മോളുടെ ചാൻസ് ഒന്ന് അറിയിങ്ങനായിരുന്നു. തമിഴ്നാട്ടിലെയും കർണാടകത്തിലൊക്കെ ഗവൺമെന്റ് കോളേജുകൾ നമുക്ക് തമിഴ്നാട് ബോർഡർ കോളേജിൽ കിട്ടും സാറേ. നമുക്ക് ഇപ്പോൾ പുതുക്കോട്ട, അരിയല്ലൂർ, അതുപോലെ നാമക്കൽ, ഡിണ്ടിഗൽ, കൃഷ്ണഗിരി, അതുപോലുള്ള കോളേജുകളെല്ലാം തന്നെ ലഭ്യമാകും. ഈ സേലം, തേനി പോലെയുള്ളത് അല്പം പാടായിരിക്കും. കേരളത്തിൽ നമ്മുടെ ഓൾ ഇന്ത്യയിൽ അവസാനമൊക്കെ സാധ്യത ഉണ്ടാവും സാറേ? ഒരു പക്ഷേ ഈ റാങ്കിലുള്ള ചില കുട്ടികൾക്ക് കിട്ടും, ചില കുട്ടികൾ ഓൾ ഇന്ത്യയിൽ ചേരേണ്ടി വരും. സാറേ, അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് സാർ പറയുന്നത്? അല്ല, ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ആ ഓപ്ഷനുകളെല്ലാം കൊടുക്കുന്നു. എന്താണ് സാഹചര്യം എന്ന് നോക്കുന്നു. കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കേരളത്തിലെ 12 കോളേജുകൾ കൊടുക്കുന്നു. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വീണ്ടും നമ്മളെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോളേജുകളെല്ലാം കൊടുത്ത് ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഏത് വഴി മുമ്പോട്ട് പോയാലാണ് ഏറ്റവും നല്ല സാധ്യത എന്ന് നോക്കി മനസ്സിലാക്കി ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് മേടിച്ച് ഓൾ ഇന്ത്യയിൽ പോയി ചേരുകയും ഓൾ ഇന്ത്യ തേർഡ് അലോട്ട്മെന്റിലോട്ട് നമ്മൾ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ ഓപ്ഷൻ വെക്കുമ്പം അവിടെ നമ്മൾ ലുബ്ധ കാണിക്കരുത്, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കരുത്. കാരണം ഈ വർഷം എത്രത്തോളം കുട്ടികൾ നമ്മുടെ ഈ സദേൺ സ്റ്റേറ്റുകളിൽ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. നമ്മൾ മാക്സിമം ഓപ്ഷൻ വെക്കണം, ഇല്ലെങ്കിൽ നമ്മളെക്കാളും കുറഞ്ഞ ആൾ ആ സീറ്റുകൾ എടുത്തോണ്ട് പോകും. ഓക്കെ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഓക്കെ, പറയൂ. തീർച്ചയായിട്ടും ജനറൽ റിസർവേഷൻ കാറ്റഗറി ആണോ? ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ വഴിയും കേരള വഴിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വരുമ്പോഴും കേരളത്തിന്റെ ഫസ്റ്റ് വരുമ്പോഴും നമുക്ക് തീരുമാനം എടുക്കാം. കൊല്ലം, എറണാകുളം, ഇടുക്കി, കോന്നി, പരിയാരം, മഞ്ചേരി ഒക്കെയാണ് നമ്മുടെ സാധ്യതയിലുള്ള കോളേജുകൾ. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കൊടുക്കുന്നു. കേരള ഫസ്റ്റിൽ ഒരു സീറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ചേരുന്നു. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നു എവിടെയാണ് കൂടുതൽ ബെറ്റർ എന്നുള്ളത്. ഹലോ, നമസ്കാരം. ശിവൻ സാറുണ്ട്, ചോദിച്ചോളൂ. പറയൂ. നമ്മള് കുട്ടികളുടെ ഇതെടുക്കുമ്പോഴേ പ്രൊഫൈൽ എടുക്കുമ്പോൾ അതിന്റെ താഴെ ഡൗൺലോഡ്സിൽ ഒരു ഫോർമാറ്റ് കിടക്കുന്നുണ്ട്. അതെ, നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട. ഈ ആപ്ലിക്കേഷൻ സമയത്ത് അത് വന്നിരുന്നതാണ്, അതിനുശേഷം പിൻവലിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് മെമ്മോകൾ വന്നിട്ടുണ്ട്. ആ മെമ്മോകൾ വന്ന കുട്ടികൾക്ക് ഏത് പെർഫോം ആണെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ.
മെമ്മോ ഇല്ലാത്തവരൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ പേരും നമ്പറൊക്കെ ഉണ്ട് വേണ്ട, പക്ഷെ അതിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി പുതിയതായിട്ട് എല്ലാവരും അതിൽ പോയി മേടിച്ച് വെക്കേണ്ടതില്ല. ശരി. ഹലോ നമസ്കാരം. നമസ്തേ. ആ പറയൂ സാറേ. മലപ്പുറത്ത് വിളിക്കാണ്. മോന് പാലയിൽ പഠിച്ചിട്ടാണ്. ഓക്കെ. കേൾക്കാം സാറേ, പറയൂ. 627 മാർക്കാണ് ഉള്ളത്. ശരി. അപ്പം അവന് MBBS ഗവൺമെന്റ് കിട്ടൂലെന്ന് ഉറപ്പാണ്. ഗവൺമെന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ശരി. പിന്നെ BSc നഴ്സിംഗ് നോക്കുന്നുണ്ട്. അപ്പൊ മെയിൽ നഴ്സിംഗിന് ഉള്ള സീറ്റ് എവിടെയൊക്കെ കിട്ടും സാറേ? മെയിൽ നഴ്സിംഗിന് ജിപ്മറിൽ 9 സീറ്റുകളുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ കുറച്ച് സീറ്റുകളുണ്ട്. MCC.nic.in എന്ന വെബ്സൈറ്റ് വഴിയും jipmar.edu.in എന്ന സൈറ്റ് വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സെപ്റ്റംബറിലേ പറ്റുള്ളൂ. അപ്പൊ അതിന് മുന്നേയായിട്ട് അഗ്രികൾച്ചർ വെറ്റിനറിക്ക് എടുത്തിട്ട് സീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ വല്ല തടസ്സമുണ്ടോ? ഇല്ല, നമുക്ക് മാറാം. അതിന് വേറെ കോമ്പൻസേഷൻ ഒന്നും ഇല്ല. ശരി. ഹലോ ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ. ആ പറയൂ. 663 മാർക്ക് ഉണ്ടായിരുന്നു. ശരി. OBC 7 എന്തെങ്കിലും ചാൻസ് ഉണ്ടോ കേരളത്തിൽ കിട്ടാനായിട്ട്? 663 അല്ലേ സാറേ പറഞ്ഞത്? അതെ. കേരള അലോട്ട്മെന്റ് വഴി കിട്ടാനുള്ള നല്ല സാഹചര്യമുണ്ട്. കേരള അലോട്ട്മെന്റ് അപ്പൊ ആദ്യം നമുക്ക് വരുന്നത് ആൾ ഇന്ത്യ ലെവലിലുള്ളതല്ലേ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്? ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അതിനുശേഷം കേരള അലോട്ട്മെന്റ് വരും. കേരള മാത്രം കൊടുത്താൽ മതിയാകും ആദ്യത്തേനകത്ത്. പിന്നെ കേരള ഫസ്റ്റ് വന്നു കഴിഞ്ഞ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡും കൂടെ പബ്ലിഷ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ നോക്കി മനസ്സിലാക്കിയാൽ മതിയാവും. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റില്, കാരണം കേരളത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമ്മൾ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ കേരളം മാത്രം കൊടുക്കുന്നു, എന്താണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിൻ്റെ 12 കോളേജുകൾ കൊടുത്ത് കേരളത്തിലെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്നതിന് അപ്പുറത്ത് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കും. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിനെ നമ്മൾ സമീപിക്കുന്നു, ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കുക ഇനി ഏത് അലോട്ട്മെൻറ്റിൽ നിന്നാലാണ് നമുക്ക് ബെറ്റർ ഒരു കോളേജിലോട്ട് പോകാൻ പറ്റുന്നത് നോക്കിയിട്ട് അപ്പം തീരുമാനിക്കാം. തീർച്ചയായിട്ടും. ശരി. ഹലോ നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഹലോ സാർ, എന്റെ മോക്ക് 671 മാർക്കുണ്ട്. EWS ഉണ്ട്. അവിടെ ഇവിടെ കിട്ടുമെന്നാണ്. കോട്ടയത്തെ കിട്ടും. 671 EWSൽ നമുക്ക് ഏത് കോളേജും കിട്ടാം. അതിൽ എത്ര കാറ്റഗറി റാങ്കാണ്, അതിൻ്റെ മെറിറ്റിൽ എത്ര പേരുണ്ട്, 200-നകത്ത് അല്ലെ 400-നകത്ത് എത്ര പേരുണ്ടെന്നൊക്കെ ഉള്ള സാധ്യത അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. ഏത് കോളേജും കിട്ടാവുന്ന പൊസിഷനാണ് 670 EWS എന്നൊക്കെ പറയുന്നത്. ഇനി അതിന് ഓൾ ഇന്ത്യയിൽ ആരും കൊടുക്കാതെ എല്ലാവരും കേരളത്തിലെ കോളേജുകൾ തന്നെ കൊടുക്കുകയാണെന്നിരിക്കട്ടെ, 680 ഉള്ളയാളും 695 ഉള്ളയാളും ഒക്കെ EWS വെച്ചിട്ട് കേരളത്തിൽ തന്നെ എടുക്കാൻ നോക്കുന്നെങ്കിൽ നമ്മളുടെ സാധ്യതകൾക്ക് അറിയാനാവില്ല. അപ്പം എത്രത്തോളം പേര് ഏതൊക്കെ ഓപ്ഷൻ കൊടുക്കുന്നതനുസരിച്ചിരിക്കും 680, 675, 670ൻ്റെ ടോപ്പ് കോളേജുകൾ കിട്ടാനുള്ള സാധ്യത. ആദ്യത്തെ അലോട്ട്മെന്റിൽ വേണ്ട, അതിനുശേഷം കേരളത്തിന്റെ സാധ്യത എന്താ നോക്കിയിട്ട് കൊടുത്താൽ മതിയാകും. ശരി. ഹലോ നമസ്കാരം. ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഹലോ സാറേ. നമസ്തേ. പറയൂ. എന്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾ സ്റ്റുഡൻസ് ആയിരുന്നു. ഈ വർഷം ഓൺലൈൻ ബാച്ചിലായിരുന്നേ. ശരി. 672 മാർക്കുണ്ട്. വിശ്വകർമ്മയാണ്. ശരി. അലോട്ട്മെന്റിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ. എവിടെയാണ് ആഗ്രഹം കൂടുതൽ, കേരളത്തിൽ പഠിക്കുക എന്നുള്ളതാണോ അതോ ഓൾ ഇന്ത്യ ലെവലിൽ പഠിക്കുക എന്നുള്ളതാണോ? വിശ്വകർമ്മ സമുദായം ആയതുകൊണ്ട് റിസർവേഷൻ കുറച്ച് വ്യക്തികൾ മാത്രമേ കാറ്റഗറിയിൽ ഉള്ളതുകൊണ്ട് കേരളത്തിലെ ഏത് കോളേജും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് മാത്രം കേരളത്തിലെ കോളേജുകൾ, ഇപ്പോൾ കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ അങ്ങനെയുള്ള കോളേജുകളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. അത് നോക്കിയിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിനെ സമീപിച്ചാൽ മതിയാകും. ശരി. തീർച്ചയായിട്ടും. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ നമ്മൾ കേരളം മാത്രം കൊടുക്കുന്നു, അല്ലെ കൊടുക്കാതിരിക്കുന്നു.
കേരളത്തിൻ്റെ ഫസ്റ്റിൽ കേരളത്തിൻ്റെ 12 കോളേജ് വെക്കുന്നു, എന്നിട്ട് നമ്മൾ കേരളത്തിനൊരു സീറ്റ് കിട്ടി, അപ്പോൾ ഇനി അതിനേക്കാളും ബെറ്റർ ഓൾ ഇന്ത്യ ലെവലിൽ തമിഴ്നാട് കർണാടകത്തിൽ എന്താണ് സാധ്യത നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ശിവൻ സാറല്ലേ? ആ പറയൂ. നമസ്കാരം സാർ. സാറ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി. എന്റെ മോൾക്ക് 650 മാർക്ക്, 650. ശരി. ESI IP ഉണ്ട് സാറ്. ശരി. അപ്പോ സൗത്ത് ഇന്ത്യയിലെ ഏത് കോളേജിലാണ് കിട്ടുക സാറ്? എല്ലാ കോളേജും ലഭ്യമാവുമല്ലോ. കോയമ്പത്തൂര്, ചെന്നൈ, ബാംഗ്ലൂര്, ഗുൽബർഗ, കൊല്ലം. അപ്പൊ സാർ ഞാൻ ഈ ഓൾ ഇന്ത്യ കോട്ടയിലെ സൗത്ത് ഇന്ത്യയിലെ മാത്രം കോളേജുകൾ കൊടുത്താൽ മതി. ESI IP വെച്ചിട്ട് ആദ്യത്തെ റൗണ്ടിൽ ESIയുടെ സൗത്ത് ഇന്ത്യയിലെ കോളേജുകളെല്ലാം വെച്ചിട്ട് താഴോട്ട് ബാക്കിയും കൂടെ വെച്ചോളൂ. കാരണം ESI എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങാനും കിട്ടാതെ പോയാൽ നമ്മളെക്കാളും കുറവുള്ള റാങ്ക് എടുത്തുകൊണ്ട് പോകരുതല്ലോ. അതിനുശേഷം താഴോട്ട് ബാക്കിയുള്ള കോളേജുകൾ ബിട്ട, മാണ്ഡി, കൊൽക്കട്ട, ഹൈദരാബാദൊക്കെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. ESI വെച്ച് ആയതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആർക്ക് കിട്ടിയാലും ചേരണം, എന്നിട്ട് സെക്കൻഡിലോട്ടും തേർഡിലോട്ടും മാറണം, ഇല്ലേ നമുക്കൊന്നും ഇല്ലാതെ പോകും. അതെ 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 അതെ. ഹലോ, ശിവൻ സാറിനോട് സംസാരിക്കാം. യെസ് പറയൂ. സാർ, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലെ കാറ്റഗറി റാങ്കിന് ഒരു പ്രസക്തി ഇല്ലേ സാറ്? കാറ്റഗറി റാങ്ക് വെച്ചിട്ടല്ല അലോട്ട്മെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടാണ് അലോട്ട്മെന്റ്. കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ എത്രാമത്തെ ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു റാങ്കിനെ പ്രതിദാനം ചെയ്യുന്നില്ല. അല്ല സാറേ, സാറ് പറയുന്ന ചില വീഡിയോകളിലൊക്കെ പറയാറുണ്ടല്ലോ 25,000 തന്നെയാണ്, 23,000 ജനറൽ കാറ്റഗറി പോയതും അതേ റാങ്കിൽ തന്നെയാണ് OBC കാറ്റഗറി പോകുന്നതും. അതെ അതെ അത് ഓവറോൾ റാങ്ക് ആണത്. 23,500 കഴിഞ്ഞ തവണത്തെ ജനറൽ വിഭാഗത്തിന്റെ ലാസ്റ്റ് റാങ്ക് എങ്കിൽ 23,700 OBC കാറ്റഗറിയുടെ ഓവറോൾ റാങ്ക്. അദ്ദേഹത്തിന്റെ കാറ്റഗറി 23,700 OBC വിഭാഗത്തിലുള്ള കുട്ടി ഒരുപക്ഷെ കാറ്റഗറിയിൽ 12,000 ആയിരിക്കാം. പക്ഷേ ആ 12,000 കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ കാണിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് ഓവറോൾ റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് ആണ് ആ കാണിക്കുന്നത്. ശരി. ഹലോ നമസ്കാരം, ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. സാർ, ഞങ്ങൾ തൃശ്ശൂരിനാണ് വിളിക്കുന്നത്. ആ പറയൂ. മോൾക്ക് വേണ്ടിയിട്ടാണ്. ആ മോൾക്ക് 536 ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി. ST കാറ്റഗറിയാണ്. ശരി. അപ്പൊ അവർക്ക് ഗവൺമെന്റ് തന്നെ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. നമുക്ക് കേരളത്തിലെ 12 കോളേജുകളും വെച്ച് കഴിഞ്ഞിട്ട് മാത്രം സെൽഫ് ഫിനാൻസിങ് വെച്ചാൽ മതിയാകും. 3ാം ഘട്ട അലോട്ട്മെന്റ് വരെ നമുക്ക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആണോ? അപ്പൊ നമ്മള് ഓൾ ഇന്ത്യയിൽ വെക്കേണ്ട ആവശ്യമുണ്ട്? ഓൾ ഇന്ത്യയിൽ നമുക്ക് സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഓൾ ഇന്ത്യയിൽ നമുക്ക് ഒട്ടും സാധ്യതയില്ല. ശരി. ഹലോ നമസ്കാരം, ശിവൻ സാറിനോട് ചോദിക്കാം. നമസ്തേ, പറയൂ മോളെ. നമസ്കാരം സാർ, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കായിരുന്നു. ഓക്കെ. മോക്ക് 663 ആണ് മാർക്ക്. 673 ആണോ? അല്ല, 663. ശരി. അതെ സാർ, OBC ആണ്. ഓക്കെ, ശരി. അപ്പൊ എന്താ സാറേ ഇതിന്റെ സാധ്യതകളെന്ന്? കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിലൊക്കെ വരും. ഓൾ ഇന്ത്യയിൽ തമിഴ്നാട് സെക്കൻഡിൽ തന്നെ വരും. തമിഴ്നാട്, കർണാടക ഒക്കെ നമുക്ക് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ്, തേർഡിലൊക്കെ വരുന്നതായിരിക്കും. കേരളത്തിൽ തന്നെ ഒരു സീറ്റാണ് വേണ്ടതെങ്കിൽ കേരളത്തിൻ്റെ സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിൽ കേരളത്തിലും ഏതെങ്കിലും ഒരു കോളേജ് അലോട്ട്മെന്റിൽ വരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏതാണ്ട് നമ്മൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. കാരണം സാധ്യതകൾ പറയുമ്പം നമുക്ക് മറ്റുള്ള എത്രത്തോളം റാങ്കുകളുണ്ട്, കാറ്റഗറിയിൽ എത്രത്തോളം ഉണ്ട്, അപ്പം നമുക്ക് അതനുസരിച്ച് ഒരിക്കലും ഒരു പ്രയോറിറ്റി ഓർഡറിനെ സമീപിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. സാധ്യതകൾ മാത്രം തന്നെയാണ്. അതിന് നമുക്ക് കേരള റാങ്ക്, കാറ്റഗറി റാങ്ക് ഒക്കെ വന്നിട്ട് ആലോചിക്കാൻ ധാരാളം സമയവും കിട്ടും. പിന്നെ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടിയാലും സെക്കൻഡിലോട്ടും തേർഡിലോട്ടും ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് സാധ്യതകൾ തന്നെ മാത്രമായിട്ട് കാണണം. അത് വെച്ചിട്ടൊരു ഫൈനലായിട്ട് നമുക്കൊരു വിധി എഴുതരുത്. ഇപ്പം 550 മാർക്ക് വരെയുള്ളവർക്ക് കിട്ടുള്ളൂ, അല്ല 530 കിട്ടില്ല, കൊടുക്കണ്ട, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ താല്പര്യം എന്താണോ, ഗവൺമെൻറ് മേഖലയാണെങ്കിൽ മാക്സിമം വെക്കണം. സെൽഫ് ഫിനാൻസിങ് മേഖലയാണ് താല്പര്യമെങ്കിൽ ഇപ്പം 400 ഉള്ള ആൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBS ആണ് താല്പര്യം. നമ്മൾ പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് വെക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്.
നമ്മുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് മാക്സിമം ഓപ്ഷൻ കൊടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം ഒരു കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് സാധ്യതയുള്ള കോളേജുകൾ മാത്രം വെച്ചാൽ മതിയോ? പോരാ. നമ്മൾ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഓപ്ഷൻ വെക്കണം. ഓപ്ഷൻ വെക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും പിശുക്ക് കാണിക്കരുത്, കുറവ് കാണിക്കരുത്. നമുക്ക് പോകാവുന്ന ഏറ്റവും മിനിമം ഓപ്ഷൻ വരെ നമ്മൾ വെക്കണം. നമ്മളെ മുകളിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയിട്ട് ആദ്യത്തെ വേക്കൻസി നമുക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കുട്ടികൾ ഈ കമൻറ്റിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക പൊതുവായിട്ടുള്ള ധാരണയുണ്ട്. കാരണം ഇവിടെ നമ്മൾ സാധ്യതകൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയെങ്കിലും നമ്മൾ കോളേജുകളെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പഠിച്ച കുട്ടികളുടെ കാഴ്ചപ്പാടിൽ ഒരു കോളേജിലും കൂടുതൽ ബെനിഫിറ്റുകളോ കുറവുകളോ ഇല്ല. എല്ലാം കിട്ടുന്ന ഗ്രാജുവേഷൻ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു കോളേജിനെയും ഒരു കോഴ്സിനെയും തരംതിരിക്കാനായിട്ട് നമുക്കാവതില്ല. അതുകൊണ്ട് ജനറലായിട്ടുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓപ്ഷൻ കൊടുക്കുന്ന രീതികൾ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ നിങ്ങളുടെ ജനറലായിട്ടുള്ള താല്പര്യങ്ങൾ, ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അവിടെ നമുക്ക് സാധ്യതകൾക്കൊക്കെ അപ്പുറത്ത് ജനറലായിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ കടന്നു വരണമെന്നൊരു അഭിപ്രായം ബ്രില്യൻറ്റ് മാനേജ്മെൻറ്റ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് 3 മുതൽ 4 വരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ആഴ്ച അലോട്ട്മെന്റ് നടപടികളിലേക്ക് നമുക്ക് കടക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ആഴ്ച വിട വാങ്ങാം. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.